പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം റദ്ദാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം വഷളായ സാഹചര്യത്തിലാണ് തീരുമാനം. മെയ് 9 വിക്ടറി ഡേ പരേഡിലേക്കായിരുന്നു പ്രധാനമന്ത്രിക്ക് ക്ഷണം ലഭിച്ചത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗങ്ങൾക്കാണ് രാജ്യ തലസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. അല്പസമയത്തിനകം വാർത്താ സമ്മേളനം വിളിച്ച് കേന്ദ്ര സർക്കാർ തുടർ നീക്കങ്ങൾ വിശദീകരിക്കും. ഇതിനിടെ മുൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും വിരമിച്ച IPS, IFS ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി ദേശീയ സുരക്ഷാ ഉപദേശക സമിതി കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചു. വിശദാംശങ്ങളുമായി വിനീത വിജിയും ഒപ്പം ശ്രീനാഥ് ചന്ദ്രനും ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത വിജി ിലേക്കാണ് ആദ്യം. വിനീത, നിർണായക യോഗങ്ങളാണല്ലോ ഇന്ന് ഡൽഹിയിൽ ചേർന്നത്. എന്താണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്? ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിലൂടെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കാമോ വിനീത? ഉന്മേഷ്, ഉറപ്പായും വൈകിട്ട് 4 മണിയോടുകൂടി ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി ലഭ്യമായിരിക്കുന്ന ഒരു വിവരം. 4 മണിയോടുകൂടി വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിൽ ഈ നയതന്ത്ര മേഖലയിൽ ആദ്യം തന്നെ നയതന്ത്ര മേഖലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഒരുപക്ഷെ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കടക്കം രാജ്യം കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാക് വിമാനങ്ങൾക്കും ഒപ്പം തന്നെ പാക് കപ്പലുകൾക്കും ഇന്ത്യയിലൊരു നിരോധനം എന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പ് ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ന് ചേർന്ന യോഗം നിർണായകമായിട്ടുള്ള യോഗമാണ്. 4 യോഗങ്ങളാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂറോളം 1.5 മണിക്കൂറിലേറെ ആ യോഗം നീണ്ടുനിന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരക്ഷാ കാര്യങ്ങൾ, ഒപ്പം തന്നെ സൈനിക നീക്കങ്ങൾ. ഇതിനോടകം തന്നെ സൈന്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ഈ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനത്തിലാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓപ്പറേഷനുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ആ ഓപ്പറേഷൻ എവിടെയാണ് നടക്കുന്നതെന്നോ അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നതോ എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് അതീവ രഹസ്യമാണെന്നുൾപ്പെടെ സൈന്യം തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. ഈ രഹസ്യ ഓപ്പറേഷനെ സംബന്ധിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഏതുവരെ എത്തി, ഒപ്പം തന്നെ ഇനി തുടർ നടപടികൾ ഏത് തരത്തിലെടുക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ചേർന്ന യോഗം ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇന്ത്യ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കൂടുതൽ അധികാരം സേനാ മേധാവികൾക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ച് ഈ തിരിച്ചടി നൽകണം, എവിടെ, എപ്പോൾ, എങ്ങനെ വേണം എന്നുള്ള കാര്യമൊക്കെ സേനാ മേധാവികൾക്ക് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ആ യോഗത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു നിർണായക യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ഏതു തരത്തിൽ തീരുമാനങ്ങൾ എടുത്തു, ഒരുപക്ഷെ കടുത്ത നിയന്ത്രണത്തിലേക്ക് പോയേക്കുമോ, കൂടുതൽ സൈനിക നടപടികൾ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അധികം വൈകാതെ തന്നെ അറിയാൻ കഴിയും. അതിനിടെ പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനം അദ്ദേഹം റദ്ദാക്കിയിരിക്കുകയാണ്. മെയ് 9 അദ്ദേഹം റഷ്യയിൽ പോകേണ്ടിയിരുന്നത്. റഷ്യയുടെ ക്ഷണപ്രകാരമായിരുന്നു ആ പരിപാടിയിൽ, അവരുടെ വിക്ടറി പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യം, ഒപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക യോഗങ്ങളൊക്കെ തന്നെ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ആ സന്ദർശനം ഒഴിവാക്കിയത്. ഉന്മേഷ്, ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി ഇപ്പോൾ പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണല്ലോ. കേന്ദ്ര സർക്കാർ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീനാഥ്? തീർച്ചയായും പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ സമിതി, അഡ്വൈസറി സമിതി അത് പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ മുൻ ചീഫായിരുന്ന അലോക് ജോഷിയാണ് ഈ സമിതിയുടെ ചെയർമാനായി വരുന്നത്. ഒപ്പം തന്നെ സേനയിൽ നിന്നുള്ള വിരമിച്ച ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഈ 7 അംഗ സമിതിയിലുണ്ട്. മുൻ വെസ്റ്റേൺ എയർ കമാൻഡർ എയർ മാർഷൽ PM സിൻഹ, ഫോർമർ മുൻ സതേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ AK സിംഗ്, റിയർ അഡ്മിറൽ മോണ്ടി ഖന്ന എന്നിവരാണ് മിലിറ്ററി സർവീസസിൽ നിന്ന് ഈ സമിതിയിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ രാജീവ് രാജൻ വർമ്മയും ഒപ്പം മൻമോഹൻ സിംഗ്, ഈ 2 പേർ റിട്ടയർഡ് ഉദ്യോഗസ്ഥരാണ്. ഇന്ത്യൻ പോലീസ് സർവീസ് IPS ഉദ്യോഗസ്ഥരാണ് ഈ 2 പേർ, മുൻ ഉദ്യോഗസ്ഥരാണ്. ഒപ്പം തന്നെ B വെങ്കടേഷ് വർമ്മ, അദ്ദേഹം റിട്ടയർഡ് IFS ഓഫീസറാണ്. എന്നിങ്ങനെയാണ് ഈ പുതുക്കിയ ഈ 7 അംഗ സമിതിയിലെ അംഗങ്ങൾ. നമുക്കറിയാം, പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കാനും അതിനെ കുറച്ചുകൂടി ഈ ചലനാത്മകമാക്കാനും ആ നിരീക്ഷണങ്ങൾ കൂടുതൽ ശക്തമാക്കാനും കൃത്യമായ ഉപദേശങ്ങൾ നമുക്ക് ലഭ്യമാക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ തരത്തിൽ ഈ സമിതിയെ ഇങ്ങനെ ഒരു സമയത്ത് പുനഃസംഘടിപ്പിക്കുന്നത്. ഉന്മേഷ്, ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.